നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കേവലം 17 വയസ്സ് മാത്രമുള്ള ലാമിൻ യമാൽ ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ യുവേഫ യൂറോ കപ്പിൽ ഗംഭീര പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ലാമിൻ യമാലാണ്. മാത്രമല്ല ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് വേണ്ടിയും അസാധാരണമായ പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. ലാലിഗയിൽ 5 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 7 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 3 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ജിറോണക്കെതിരെയുള്ള മത്സരത്തിൽ ഇരട്ട ഗോളുകൾ പൂർത്തിയാക്കാൻ ഈ ഒരു 17-കാരനായ താരത്തിന് കഴിഞ്ഞിരുന്നു. ലാമിൻ യമാലിൽ PSG വലിയ താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തേക്ക് വന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏജൻ്റായ ആൻഡി ബറ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ലാമിൻ യമാലിന് വേണ്ടി PSG ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒരു വലിയ ഓഫറാണ് താരത്തിന് വേണ്ടി അവർ നൽകിയിട്ടുള്ളത്. 250 മില്യൺ യൂറോ താരത്തിന് വേണ്ടി PSG വാഗ്ദാനം ചെയ്തു എന്നാണ് ബറ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ബാഴ്സലോണ ഉടൻ തന്നെ ഈ ഓഫർ നിരസിക്കുകയായിരുന്നു. ലാമിൻ യമാലിൻ്റെ ക്യാമ്പും ഉടൻ തന്നെ ഈ ഒരു ഓഫർ നിരസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബാഴ്സ വിടാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ളത് നേരത്തെ യമാൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് തനിക്ക് FC ബാഴ്സലോണയുടെ ഒരു ലെജൻഡായി മാറണം, അതുകൊണ്ട് തന്നെ ബാഴ്സ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ബാഴ്സയും ഈ ഒരു താരത്തെ വിട്ടു നൽകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത്രയും ഭാവിയുള്ള ഒരു താരം കൂടിയാണ് ലാമിൻ യമാൽ. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ നെയ്മർ ജൂനിയറുടേതാണ്. 222 മില്യൺ യൂറോക്കായിരുന്നു PSG FC ബാഴ്സലോണയിൽ നിന്നും നെയ്മറെ സ്വന്തമാക്കിയിരുന്നത്. ആ റെക്കോർഡ് തകർക്കാൻ കെൽപ്പുള്ള ഒരു ഓഫറായിരുന്നു ലാമിൻ യമാലിന് വന്നിരുന്നത്. പക്ഷേ ബാഴ്സലോണ അത് നിരസിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും വരുന്ന ട്രാൻസ്ഫർ വിൻഡോകളിലെല്ലാം തന്നെ ലാമിൻ യമാലിന് വേണ്ടി ബാക്കിയുള്ള ക്ലബ്ബുകൾ ശ്രമങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.